തിരുവനന്തപുരം മ്യൂസിയത്തിൽ പ്രഭാത നടത്തത്തിന് എത്തിയ വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച സംഭവത്തിൽ യുവാവിനെ ചോദ്യം ചെയ്യുന്നു. മന്ത്രിയുടെ സ്റ്റാഫിന്റെ ഡ്രൈവറാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. MG മിഥുൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് എത്ര സമയമായി? സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റു വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അഭിലാഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിയെ കസ്റ്റഡി എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അതായത് പോലീസ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആളെ കസ്റ്റഡിയിലെടുത്താണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. പോലീസിന്റെ ഷാഡോ പോലീസ് ഇയാളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കസ്റ്റഡിയിലെടുത്തത് ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കരാർ ജീവനക്കാരനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ഇന്നലെ മുതൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഒപ്പം തന്നെ ACPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. പ്രതി ഇയാളാണെന്ന് ഔദ്യോഗികമായി ഇതുവരെയും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 7 ദിവസമായി പ്രതിയെ കണ്ടെത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. കൂടാതെ മ്യൂസിയം സ്റ്റേഷനെതിരെ വ്യാപക പരാതി തന്നെയായിരുന്നു പരാതിക്കാരി ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. കാരണം ആദ്യഘട്ടങ്ങളിൽ മുതൽ തന്നെ കൃത്യമായ അന്വേഷണം മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണം യുവതി ഉന്നയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് DCP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാകുന്നത്. അതിനുശേഷം 13 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. പിന്നീട് വ്യാപക പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഒപ്പം മിഥുൻ, ഈ നേരത്തെ കുറവൻകോണത്തെ വീട്ടിൽ എത്തിയത് ഇതേ ആളാണ് അല്ല എന്നങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിൽ പോലീസ് ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയിരുന്നോ? അഭിലാഷ്, ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ കുറവൻകോണത്തെ വീട്ടിൽ കയറിയ പ്രതിയും ഒപ്പം തന്നെ ഈ മ്യൂസിയത്തെ യുവതിയെ ആക്രമിച്ച പ്രതിയും ഒരേ ആള് തന്നെയാണെന്ന് പരാതിക്കാരി ഉന്നയിച്ചിരുന്നു. അതായത് ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പരാതിക്കാരി അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് ഈ അന്വേഷണ സംഘം പ്രധാനമായും ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. ഇത് 2 പ്രതികളാണ്, ഇതിൽ രണ്ടാളാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് സംഘം എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പോലീസ് സംഘം വീണ്ടും നിലപാട് മാറ്റുകയായിരുന്നു. ഇത് രണ്ടും ചെയ്തത് ഒരു പ്രതി തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, അത്തരത്തിൽ ഒരു വ്യക്തതയില്ലാത്ത നിലപാടിലേക്ക് പോലീസ് സംഘം എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ പരാതിക്കാരിയെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ തിരിച്ചറിയൽ പരേഡൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരാരുമല്ല എന്ന് യുവതി തിരിച്ചറിയുകയും ഇവരെ പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ചില ആളുകളെയൊക്കെ തന്നെ പോലീസ് നിരീക്ഷണത്തിൽ വെക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ആണ് ഈ പ്രതി ആണ് എന്നുള്ള ഒരു സൂചന പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ACP ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ, അതായത് കരാർ ജീവനക്കാരനായിട്ടുള്ള ഡ്രൈവറാണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഇത് അന്വേഷണ സംഘം ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ കുറവൻകോണത്തെ വീട്ടിൽ അന്ന് സമാന സംഭവം ഉണ്ടായ സമയത്ത് ഈ 4:40 മ്യൂസിയത്ത് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഏകദേശം 1:30 തന്നെ കുറവൻകോണത്തെ വീട്ടിൽ ഈ പ്രതി എത്തിയിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പിന്നീട് പുറത്തുവരികയും ചെയ്യുന്നു. കൂടാതെ ഈ ചിത്രം തയ്യാറാക്കിയും അത്തരത്തിൽ ആ ചിത്രം കേന്ദ്രീകരിച്ചായിരുന്നു ഈ യുവതി പരാതി നൽകുന്നത്. അതായത് ഇയാൾ തന്നെയാണ് തന്റെ വീട്ടിൽ കയറിയിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം യുവതി മുന്നോട്ട് വെക്കുന്നു. പിന്നെയും ഈ സംഭവം വലിയ വാർത്തയാവുകയും ഒപ്പം തന്നെ വലിയ പെട്രോളിംഗ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് പോലും പിറ്റേ ദിവസം തന്നെ ഇതേ വീട്ടിൽ ഇതേ പ്രതി എത്തിയെന്നുള്ള വിവരം വീണ്ടും ആ വീട്ടമ്മ ആരോപിക്കുകയും ചെയ്യുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ അവർ പുറത്തുവിടുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു പ്രതി ഈ സാഹചര്യത്തിൽ, അതായത് പോലീസ് നഗര മധ്യത്തിലടക്കം ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട്, ഒരു ആക്രമണ സംഭവം ഉണ്ടായിട്ട് വലിയ വാർത്തയാകുന്നു. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി വീണ്ടും എങ്ങനെ ആ പ്രതി ആ വീട്ടിലേക്ക് എത്തി എന്നുള്ളൊരു ചോദ്യമായിരുന്നു പ്രധാനമായി ഉയർന്നത്. ഒപ്പം തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉയർന്നില്ല എന്നുള്ള ആക്ഷേപവും പ്രധാനമായും ഉയർന്നു വരികയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാകുന്നത്. അതിനുശേഷം DCPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം ഇന്ന് 8 ദിവസത്തേക്ക് അടുക്കുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. ഇതുവരെയും പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ വിവരങ്ങളും, ഈ ഒരു ഛായാചിത്രം അല്ലാതെ മറ്റൊരു വിവരങ്ങളൊന്നും തന്നെ
തന്നെ പോലീസിന് ലഭ്യമായിട്ടിരുന്നത്. ഒപ്പം തന്നെ ഈ വാഹനം കേന്ദ്രീകരിച്ച്, അതായത് ഈ പ്രതി ഒരു ഇനോവ വാഹനത്തിലാണ് എത്തിയിരുന്നത് എന്നുള്ളത് CCTVയിൽ നിന്ന് വ്യക്തമായിരുന്നു. LMS ജംഗ്ഷനിൽ നിന്ന് ഈ നന്ദാവരം വഴി ബേക്കർ ജംഗ്ഷൻ വഴി പാളയത്തേക്ക് പോകുന്നതായിട്ട് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ നമ്പർ അടക്കം പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന പ്രതിയിലേക്ക് പോലീസ് അന്വേഷണ സംഘം എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഏകദേശം 1 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറിലധികമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ അപ്പോഴും പോലീസ് പറയുന്നത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് എന്നാണ്. ഇതേ ആൾ തന്നെയാണോ ഈ അക്രമം നടത്തിയത് എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രദേശവാസികൾ നടത്തിയ ലോങ് മാർച്ചിന് പിന്തുണയുമായി CPIM-ഉം BJP-യും ഒരേ വേദിയിൽ. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷും തുറമുഖ വിരുദ്ധ സമരസമിതിക്ക് എതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അതേസമയം വിഴിഞ്ഞം സമരസമിതി കലാപത്തിന് കോപ്പുകൂട്ടുകയാണ് എന്ന വിമർശനവുമായി മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നാലെയാണ് സമരസമിതിക്കെതിരെ പരസ്യ നിലപാടുമായി BJP-യും CPM-ഉം രംഗത്തെത്തിയത്. ചികിത്സയിൽ കഴിയുന്ന മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ M സൂസപ്പാക്കത്തെ സമരത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത് അപായകരമായ നീക്കമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. ഇതിന് പിന്നാലെയാണ് ജനങ്ങളെ അണിനിരത്തി തുറമുഖ വിരുദ്ധ സമരത്തെ നേരിടണമെന്ന് ആഹ്വാനവുമായി CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ രംഗത്തെത്തിയത്. വികസന വിരുദ്ധരാണ് വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കുന്നതെന്നും ആനാവൂർ തുറന്നടിച്ചു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാതിരിക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുന്നതായും ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്. രാവിലെ 7 മണിക്ക് വിഴിഞ്ഞം മുല്ലൂരിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് പോലീസ് സുരക്ഷയിൽ ഉച്ചയോടെയാണ് സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിന് മുന്നിലെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞം സമരത്തിൽ ഹൈക്കോടതിയുടെ അന്ത്യശാസനം. തുറമുഖ കവാടത്തിലെ തടസ്സങ്ങളെല്ലാം തിങ്കളാഴ്ചയ്ക്കകം നീക്കണം. വഴി തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പു നൽകാൻ ആവുമോ എന്ന് കോടതി സമരക്കാരുടെ അഭിഭാഷകനോട് ചോദിച്ചു. സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുകയാണ് എന്ന് സമരക്കാർ കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ വിഴിഞ്ഞത്ത് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് അദാനി ഗ്രൂപ്പും അറിയിച്ചു. അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന പാറശാല പോലീസിന്റെ വാദം തള്ളി കൊല്ലപ്പെട്ട ഷാരോണിന്റെ കുടുംബം. ഗ്രീഷ്മ കൊലപാതകം ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത് എന്ന് ഷാരോണിന്റെ സഹോദരൻ ഷെമോൻ പറഞ്ഞു. ഇതിൽ CI പറയണത് CI അവിടെ നിന്ന് ഒരു 3-4 പ്രാവശ്യം വിളിച്ചിട്ട് ഞങ്ങൾ പോയില്ല, പിന്നെ പതുക്കെയാണ് അവർ വന്നത് അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ രാവിലെ 7:45 ഞങ്ങൾ അവിടെ പോയി ഇരിക്കുകയാണ്. എന്നിട്ടും അവരൊരു 8:30-9 മണിയായപ്പോഴാണ് ഈ സജി സാറൊക്കെ വന്നത്. എന്നിട്ടാണ് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്തത്. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നെയും കുറേ ഡിലേ ആയി, അതുമൊക്കെ വൈകി. അങ്ങനെയാണ് കാര്യം. പിന്നെ ഈ CI ഈ 23-ാം തീയതി ബ്ലഡ് സാമ്പിൾ യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യാൻ ഒരു ഇൻറ്റിമേഷനും കൂടെ പോയിരുന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന്. അതവർ കളക്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ഇപ്പോൾ കളക്ട് ചെയ്തോന്തോ എന്തായാലും മരണം വരെ കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു. 23-ാം തീയതി ഇൻറ്റിമേഷൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ ബ്ലഡ് സാമ്പിൾ യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അത് നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ അവരൊന്നും കളക്ട് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ പിന്നെ SI പറയണത് അവളുടെ സംശയമുണ്ടായിരുന്നു എന്നൊക്കെ, അവളെടുത്ത് പറഞ്ഞില്ല എന്ന്. പക്ഷെ ഞങ്ങൾ പിറ്റേ ദിവസം പോയപ്പോൾ ഞങ്ങളെ മാനസിക നില ഇങ്ങനെ ആയിട്ടും ഞങ്ങളെടുത്ത് പറഞ്ഞത് അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യൂല, സംസാരിച്ച 1/2 മണിക്കൂർ സംസാരിച്ചത് തന്നെ മനസ്സിലാവുന്നില്ലേ, ആ ഒരു നിലയിലാണ് അവർ സംസാരിച്ചത്. അതേസമയം മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്കും കൂട്ടാളികൾക്കും ശിക്ഷ കിട്ടണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഞെട്ടിക്കുന്ന കാര്യമാണ്. വളരെ ഈ നാടിനാകെ ഒരു ഞെട്ടൽ ആണ്. പിന്നെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവസാന നിമിഷത്തിൽ ഈ ഒരു കടും കൈ ചെയ്യാൻ കുട്ടി ഒരിക്കലും ശ്രമിക്കരുതായിരുന്നു. വീട്ടുകാർ കൂട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ കുട്ടി ശ്രമിക്കുകയോ ഒന്നും ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഈ കുട്ടി അങ്ങ് ഒഴിവാക്കണമായിരുന്നു. ഈ പയ്യനെ ഒഴിവാക്കിയിട്ട് അവൾ വേറെ കല്യാണം ഈ ഒരു കൃത്യത്തിലോട്ട് പോകാൻ പാടില്ല. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടി, നല്ല ബ്രില്യൻ്റ് കുട്ടി എന്നൊക്കെയാണ് അറിയപ്പെട്ടത്. പക്ഷേ എങ്കിലും അതിൻ്റെ മൈൻഡിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഒളിച്ചിരിപ്പുണ്ട്. കാര്യം എനിക്കെങ്ങനെയെങ്കിലും ജീവിക്കണം, ഞാൻ രക്ഷപ്പെടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പം എന്നെ സ്വാർത്ഥത ആണ് അവിടെ ആ കുട്ടിയെ തന്നെ പ്രേരിപ്പിച്ചത് സ്വാർത്ഥമാണ്. എന്തായാലും തക്കതായ ശിക്ഷ കിട്ടണം, നല്ല ശിക്ഷ കിട്ടണം തന്നെയാണ്. പോലീസിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്നവർ അതിന്റെ ഭാഗമായി നിൽക്കണോ എന്ന് ഓർക്കണമെന്ന് മുഖ്യമന്ത്രി. ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം പോലീസിന് അപമാനമുണ്ടാക്കുന്നു. വിമർശനങ്ങളിൽ പോലീസ് അസ്വസ്ഥത കാണിക്കേണ്ടതില്ല. പോലീസിന്റെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പോലീസിൽ ഉണ്ടാവില്ല. വിമർശനത്തെ പോസിറ്റീവായി കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
തിരുവനന്തപുരം ലോ അക്കാദമിയിലെ KSU നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി. അക്കാദമിയിലെ മുൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് ടൊമാറ്റോ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. പേരൂർക്കട പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ലോ അക്കാദമിയിലെ 3ാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥിനിയായ 19-കാരിയാണ് KSU നേതാവിനെതിരെ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ജൂൺ 14-ാം തീയതി KSU യൂണിറ്റ് മീറ്റിംഗിന് എന്ന പേരിൽ വഴയില MG നഗറിലെ വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകി പീഡിപ്പിച്ചെന്നാണ് ആക്ഷേപം. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം സെപ്റ്റംബർ 16-ാം തീയതി വരെ പല അവസരത്തിലും പീഡിപ്പിച്ചതായും പരാതിയിൽ പരാമർശമുണ്ട്. മാനഹാനി ഭയന്നാണ് കുടുംബാംഗങ്ങളെപ്പോലും വിവരം അറിയിക്കാതിരുന്നത്. ദൃശ്യങ്ങൾ പ്രചരിക്കുമോ എന്ന ഭയം മൂലമാണ് പോലീസിൽ പരാതി നൽകാൻ വൈകിയതെന്നും വിദ്യാർത്ഥിനി പറയുന്നു. യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഹോസ്റ്റൽ ഗാർഡിയനാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചത്. തുടർന്ന് പേരൂർക്കട പോലീസിന് പരാതി നൽകുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി SHO അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യക്തിപരമായ പ്രീതിയല്ല, നിയമപരമായ പ്രീതിയാണ് ഭരണഘടന അനുശാസിക്കുന്നത് എന്ന് ഹൈക്കോടതി. ഗവർണറുടെ അപ്രീതി ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് എന്നും കോടതി വ്യക്തമാക്കി. തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനാലാണ് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് എന്ന ഗവർണറുടെ മറുപടിയിൽ ആയിരുന്നു കോടതിയുടെ പരാമർശം. VC ഇല്ലാതെ എങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കും എന്ന് കോടതി ചോദിച്ചു. നവംബർ 4-ന് ചേരുന്ന സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിർദ്ദേശിക്കാൻ അജണ്ട ഉണ്ടോ എന്ന് അറിയിക്കണം. നാളെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണർക്കെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി. കേരളത്തിന്റെ മതേതര ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ ഉന്നമിടുകയാണ്. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർ ശ്രമിക്കുന്നു എന്നും വിമർശനം ഉയർന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഗവർണർക്ക് അവകാശമില്ലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. Center-state relations are being undermined, and this process is continuing with the governors in various states, particularly the opposition ruled states, acting to advance the agenda of the ruling BJP at the center. Now this has come to the fore again with the Kerala governor first asking Vice Chancellors to resign because he is also the Chancellor. As a Chancellor, the Chancellor doesn't have the right, according to the acts passed by the Kerala Legislative Assembly that govern these universities. He has no right to ask for the recall of any Vice Chancellor. As a Governor, he went on to ask for the withdrawal or removal of the Finance Minister, and he said that he withdraws his pleasure of having appointed him. Under the Constitution, he's got no such right. That right is the right under the Constitution given to the Chief Minister to decide on the ministers of the cabinet. ലീഗൽ മെട്രോളജി വകുപ്പ് ഡെപ്യൂട്ടി കൺട്രോൾ അറസ്റ്റിൽ. കൈക്കൂലി വാങ്ങിയതിനാണ് വിജിലൻസ് സംഘം അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ആക്കുളം ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പ് ഉടമയുടെ പരാതിയിലാണ് നടപടി. മയക്കുമരുന്നിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ശൃംഖലയിൽ കൈകോർത്ത് കേരളം. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. നാം ഇന്ന് തീർത്ത ചങ്ങലയുടെ കണ്ണി പൊട്ടില്ലെന്നും ലഹരി വിരുദ്ധ നിലപാടുമായി മുന്നോട്ടു പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള ഏറ്റവും വലിയ ജനമുന്നേറ്റങ്ങളിൽ ഒന്നിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒരേ സമയം ഇത്രയുമധികം ആളുകൾ മയക്കുമരുന്നിനെതിരെ അണിചേരുന്നതും ഇത് ആദ്യമായാണ്. തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്ക് മുതൽ അയ്യങ്കാളി സ്ക്വയർ വരെ 5 കിലോമീറ്റർ പ്രതിരോധ ചങ്ങല തീർത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ഗ്രന്ഥശാല പ്രവർത്തകരും വ്യാപാരികളും പൊതുജനങ്ങളുമെല്ലാം ശൃംഖലയിൽ കണ്ണിയായി. തുടർന്ന് എല്ലാവരും മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുത്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ലഹരി മാഫിയ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണെന്നും അവരുടെ സ്വാധീനത്തിൽ വീണുപോകരുതെന്നും
മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ പ്രത്യേകമായി ഈ മാഫിയ ലക്ഷ്യമിടുകയാണ്. പക്ഷേ ആ മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അരുനിൽക്കുകയോ അവരുടെ ദുസ്വാധീനത്തിന് കീഴ്പ്പെടുകയോ ചെയ്യില്ല എന്നാണ് ഈ ഒരു മാസക്കാലം നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിച്ചു. വിവിധ ജില്ലകളിൽ ശൃംഖലയ്ക്കൊപ്പം ലഹരിക്കെതിരെ വിപുലമായ പരിപാടികളും ഒരുക്കിയിരുന്നു. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കുചേർന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ലഹരി വിരുദ്ധ ശൃംഖല പരിപാടിക്കിടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊള്ളലേറ്റു. കാവശ്ശേരി ECLP സ്കൂളിൽ ആണ് സംഭവം. ലഹരി വസ്തുക്കളെ പ്രതീകാത്മകമായി കത്തിച്ചപ്പോഴായിരുന്നു സംഭവം. 3 പേരെ തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. CPIM ലഹരി മരുന്നിന് കുടപിടിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM ലോക്കൽ നേതാക്കളും യുവജന സംഘടനകളും ലഹരി മാഫിയയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. CPIM ആത്മപരിശോധന നടത്തണമെന്നും സതീശൻ പറഞ്ഞു. തൃശൂർ മുണ്ടൂരിൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജപ്തി ചെയ്ത വീട് ഓമനയ്ക്ക് തിരികെ നൽകി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA വീട് തുറന്നു നൽകി. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് റിസ്ക് ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചിരുന്നു. ക്യാമറമാൻ KP ധനേഷിന്റെ റിപ്പോർട്ട്. തീർച്ചയായിട്ടും ഇതിലിപ്പോ വൈകിട്ട് 7 മണിയോട് കൂടി MLAയും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ ഈ ഇന്നലെ സീല് വെച്ച് പോയ ഈ പൂട്ട് ഇവർക്ക് പൂട്ട് പൊളിച്ച് വാതിൽ തുറന്നു കൊടുത്തത്. അമ്മ ഇന്നലത്തെക്കാറ്റും ഇന്നലെ സംഭവം ഭയങ്കര ദുരിതമായിരുന്നു. നമുക്ക് വീടുണ്ടായിട്ട് പോലും കിടക്കാനൊരു ഇടണ്ടായിരുന്നില്ല. നാട് റോട്ടിലാണ് ഇന്നലെ ഇരുന്നിരുന്നത്. അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും പറ്റുന്ന, അതായത് ഭക്ഷണം വീടിനുള്ളിലുണ്ട്, കഴിക്കാൻ കയ്യിൽ പൈസ ഇല്ല, മൊത്തം ഒരു അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് 7 മണി കൂടി ഇപ്പോൾ ഈ വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞ് എല്ലാവരും വന്ന് ഹാപ്പിയാണ്. ഇപ്പം എന്താണ് ഇപ്പോൾ ഇതിൽ അമ്മയ്ക്ക് ഒരു ഇതിൽ? ഇന്നലെ തൊട്ട് ഇന്നലെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ കടക്കാൻ പറ്റുമോ ഇല്ലെന്നതും അറിയില്ലല്ലോ. അപ്പോൾ ഇന്നലെ രാവിലെ തൊട്ടുള്ള ഡ്രസ്സും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്നലെ ഈ നേരം വരെയായി. ഭക്ഷണം പിന്നെ വൈകുന്നേരം വിളിക്കാൻ അവർ കഴിച്ചു. അങ്ങനെ ഒരു ഇതിൽ കിടക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കിടന്ന് ഉറങ്ങണം സന്തോഷമായിട്ട്. സ്വന്തം വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞത് വീണ്ടും ഒരു ഇതാണെന്ന്. അതെ, ഭർത്താവ് മരിച്ച വീട്, ഭർത്താവിൻ്റെ ഓർമ്മയുള്ള വീട്, അതിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് ഇത്രയും കാലം അവരോട് നീട്ടി ചോദിച്ചത്. അപ്പോൾ സന്തോഷമുണ്ട്. ആള് കിടക്കുന്നോർത്ത് ആ ഒരു ഓർമ്മ കൂടെ കൂട്ടി ജീവിക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അതായത് നമ്മുടെ ന്യൂസ് 18 ഇന്നലെ ഈ വാർത്ത കൊടുത്തതിന് ശേഷം ഇപ്പം ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി K കണ്ണേട്ടൻ, പിന്നെ MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഇവർ ഏകദേശം ഒരു 11 മണി 12 മണി വന്നിട്ട് 2 മണി വരെ ഇവിടെ നിന്നിരുന്നു. അതായത് നമ്മൾ എന്താണോ നമ്മുടെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ് അവരൊക്കെ നിന്നിരുന്നത്. അതിലെന്താ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് ഏറ്റവും പറഞ്ഞു തീരാത്ത നന്ദിയുണ്ട്. അത് തന്നെയാണോ അവരോട്. ഇനിയും ഇതുപോലെ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് അവർക്ക് ഇതുപോലെ ചെയ്യാൻ ഒരു കഴിവ് ദൈവം കൊടുക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ ആക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരെ സഹായിക്കാനെങ്കിലും അവര് സാധിക്കട്ടെ എന്ന് പറയാം. അതായത് സർക്കാർ ഇപ്പം നിലവിൽ 75,000 രൂപയാണ് ഇപ്പോൾ ബാങ്കിന് കൊടുക്കുന്നത്. ഇനി 2.25 ലക്ഷം അടയ്ക്കാനുണ്ട്. അതെന്താണ് ഇനി അടയ്ക്കാൻ നിവൃത്തിയുണ്ടോ? അത് വലിയൊരു സഹായം കിട്ടുന്നുള്ള പ്രതീക്ഷ അങ്ങനെ വല്ലതും ഉണ്ടോ? സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കണം. സ്വന്തമായിട്ട് കൈ നിർത്ത് വല്ല പണിക്ക് പോയി കിട്ടുന്നതുകൊണ്ട് അവർ പറഞ്ഞ അത്രയും തുക അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ അത് അടച്ച് അല്ലാതെ കണ്ട് വേറെ മാർഗങ്ങളൊന്നും മുന്നിൽ തെളിയില്ല. നാളെ പണിക്ക് പോകണ്ട? എന്താണ് വയ്യ.
ഇനി ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. നല്ല രാവിലെ ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ നല്ല വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാൽ കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക്. അതായത് ഭക്ഷണം നമ്മൾ രാവിലെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴാണ് അത് ഇങ്ങനെ ഈ വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച 2-3 ദിവസത്തേക്ക് പണിക്ക് വയ്യ. മരുന്ന് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മരുന്നൊക്കെ എടുത്ത് കഴിച്ച് ശരീരം ഇപ്പം ഈ വൈകിട്ട് 7 മണിക്ക് ഡോർ തുറക്കുന്നവരെ മരുന്ന് വരെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചൊക്കെയല്ലായിരുന്നു. അസുഖം എന്താണെന്ന് ചോദിച്ചാൽ ഷുഗർ, പ്രഷറിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ വയറിലൊരു മുഴയുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഇതെപ്പോഴെന്താ സംഭവിക്കുക, എന്താ ഉണ്ടാവണേന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പട്ടോടത്തോളം പണിക്ക് പോകാമെന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടി ജീവിക്കും. ഒരാളിനെ അതുവരെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നുണ്ട് ഒരാഗ്രഹമാണ്. മൊത്തത്തിൽ ഇന്നിപ്പോൾ ഹാപ്പിയല്ലേ? ഇപ്പം MLA എല്ലാവരും വന്ന് വാതിലൊക്കെ തുറന്നെന്ന് എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ? അവരെ വിളിച്ച് അവരെപ്പോഴും വിളിപ്പുറത്ത് വരുന്ന ആ ഒരു മനസ്സവർക്ക് ഉണ്ടാവും. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് കൃത്യമായ ഇടപെടലുണ്ടായത്. ഞങ്ങളുടെ ക്യാമറാമാൻ KP ധനേഷ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആ വീട്ടിൽ എത്തുകയും അപ്പോൾ മുതൽ ന്യൂസ് 18 തുടർച്ചയായ വാർത്ത തത്സമയം തന്നെ ധനേഷിൻ്റെ ഇടപെടലിലൂടെ നൽകുകയായിരുന്നു. ധനേഷ് തന്നെ നേതൃത്വം നൽകിയ ആ വാർത്ത എത്തിച്ചു. അതിനുശേഷം അധികാരികളുടെ കണ്ണു തുറന്നു. അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ പ്രതികരണമാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ഇപ്പോൾ പങ്കുവച്ചത്. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.